പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചിക്കാഗോ പ്രയർ ലൈനിനോടുള്ള ബന്ധത്തിൽ ഈ രാത്രികാലമായിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പാസ്റ്റർ ജോൺസൺ സക്രിയ 2 ആഴ്ച മുമ്പ് പ്രയർ ലൈനിൽ മെസ്സേജ് കൊടുക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഞാനും അന്ന് ജോയിൻ ചെയ്തു. ഞങ്ങൾ തമ്മിൽ വളരെ നാളുകളായിട്ട് അടുത്ത പരിചയമുണ്ട്. അങ്ങനെയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ്റെ അക്കൗണ്ടം ഇടയായി തീർന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവിടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര പേര് എണ്ണത്തിലുണ്ടെന്നുള്ളത് ദൈവത്തിനൊരു വിഷയമല്ല. കർത്താവ് 10,000-ങ്ങളോട് വചനം പറഞ്ഞ കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടിയും തൻ്റെ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രികാലം ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ വീട് കോതമംഗലത്താണ്. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമൊക്കെയും ചെയ്യുവാനിടയായി. അതിൻ്റെ ശേഷം മംഗലാപുരം എന്ന സ്ഥലത്ത് ഞാൻ 2-3 വർഷം ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. പിന്നീട് എറണാകുളത്തേക്ക് വന്നു. അതിൻ്റെ ശേഷം 2000-ൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നു. ന്യൂയോർക്കിലാണ് വന്നത്. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞങ്ങൾ ഡാളസിലോട്ട് എൻ്റെ ഫാമിലി മൂവ് ചെയ്തു. എനിക്കിവിടെ ഒരു ജോലിയും കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ മൂവ് ചെയ്യാനിരിക്കുന്നു. ന്യൂജേഴ്സിയിൽ ചർച്ച് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ 2 സഭകളുടെ ലീഡ് പാസ്റ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു. എന്നാൽ ഏത് സമയത്തും ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ 2-3 വർഷം മുൻപ് ആ ഒരു ഇതിൽ നിന്ന് മാറുവാൻ തക്കോണം ഇടയായിത്തീർന്നു. കർത്താവ് എവിടെ അയച്ചാലും നമ്മുടെ വിളി, എൻ്റെ കോളിംഗ് ഒരു പാസ്റ്റർ കോളിംഗ് ആണെന്ന് എനിക്കറിയാം. നമുക്കറിയാം എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5 തരം കോളിംഗ് ഉണ്ട്. പാസ്റ്റർ കോളിംഗ് ഉള്ള ആൾക്ക് എന്നും ആ വിളി തന്നെയാണുള്ളത്. അതായത് മറ്റുള്ള ഒരു ഇവാഞ്ചലിസ്റ്റിൽ നിന്നോ ടീച്ചറിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരോട് ഒരു അനുകമ്പ, ഒരു കമ്പാഷൻ, മറ്റു വ്യക്തികളെ ഒരു പാസ്റ്റർ, ഒരു ഇടയൻ ആടിനെ കാണുന്ന ആ മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്രത്യേക വിളിയാണത്. അത് ദൈവം തന്നിട്ടുള്ളവർ ഇന്നും അതിൽ തന്നെയായിരിക്കും. അവർ ഒരു സഭയുടെ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, അല്ലാതെ ഇരുന്നാലും അവരിന്നും ആ കോളിങ്ങിനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് എവിടെ അവരെ ആക്കി വെച്ചാലും, ആ ലോക്കൽ ചർച്ചിൽ ആണെങ്കിൽ അവിടെയുള്ള ലീഡർഷിപ്പിന് കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബില്ലി ഗ്രഹാം ലോകപ്രശസ്ത ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നെങ്കിലും അദ്ദേഹം ഒരു ലോക്കൽ ചർച്ചിലായിരുന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററെ അദ്ദേഹം അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചാലും നമുക്ക് ദൈവവേലയിൽ നിന്ന് പുറകോട്ട് മാറാൻ പറ്റത്തില്ല. നമുക്കറിയാം വർക്കും ജോബും വ്യത്യാസമാണ്. വർക്ക് എന്നും ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ജോബ് ടൈറ്റിൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു പാസ്റ്ററായിട്ടൊരു ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് പോലും ഇല്ല പോലും. എല്ലാ ദൈവമക്കളും ദൈവവേല ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് ഒഴിയാനായിട്ടൊക്കത്തില്ല. രാത്രികാലം അല്പസമയം ചിന്തിക്കാൻ കർത്താവ് കഴിഞ്ഞ ചില ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്തയുണ്ട്. നമുക്കെല്ലാവർക്കും ഒക്കെ നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട് പാരച്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ചാടുന്ന ആൾക്കാരെ കുറിച്ച്. പാരാട്രൂപ്പേഴ്സ് എന്നാ പറയുന്നവരെ. നമ്മുടെ ചർച്ചക്കോടിൻ്റെ ന്യൂജേഴ്സിയിലുള്ള ഒരു പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ, അദ്ദേഹം ഒരു പാരാട്രൂപ്പർ ആയിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നമുക്കറിയാം, നല്ല ടോളായിട്ടൊരു ശരീരവും വളരെ സ്ഥൂലിച്ച മെലിഞ്ഞൊരു ശരീരമൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു പാരാട്രൂപ്പറായിരുന്നു. അങ്ങനെ പാരച്യൂട്ടിൽ ചാടുന്ന ആളുകളെ കുറിച്ച് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനിടയായി തീർന്നു. അവരെടുത്ത് താഴേക്ക് ചാടുമ്പോൾ, ഒരു എയർപ്ലെയിനിൽ നിന്നായിരിക്കാം, ഹെലികോപ്റ്ററിൽ നിന്നായിരിക്കാം, അവർക്കൊരു സെക്കൻഡ് സിസ്റ്റം ഒന്നുമില്ല. താഴെ നെറ്റൊന്നും വെച്ചിട്ടില്ല. സർക്കസിലൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ താഴെ ഒരു നെറ്റ് വല്ലതും കാണും. എന്നാൽ ഇവർക്ക് യാതൊരു സപ്പോർട്ടുമില്ല. ആ പാരച്യൂട്ട് അത് ഓപ്പൺ ആയില്ലെങ്കിൽ അവർ നിലത്ത് വീണ് മരിക്കുക മാത്രമേ ഉള്ളൂ നിവർത്തി. എന്നിട്ടും എത്രയോ പേരാണ്, 100 കണക്കിന് ആളുകൾ ആ പാരച്യൂട്ടിൽ അവർ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ ചാടുകയാണ്. അവർക്ക് ഒത്തിരി ട്രെയിനിങ് എല്ലാം അതിന് ലഭിക്കുന്നവരാണ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അവരുടെ ശരീരമൊക്കെ അതിനനുസരിച്ചൊക്കെ ക്രമീകരിച്ച ആൾക്കാർക്കേ ഒക്കത്തുള്ളൂ. ചുമ്മാതെ നമ്മളെപ്പോലെ ഒരാൾ, എന്നെപ്പോലെ ഒരാൾ പോയി ചാടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് അവർ ഡിസിപ്ലിൻ ചെയ്ത് ഓരോ ദിവസവും ട്രെയിനിങ് എല്ലാം എടുക്കുന്നവരാണ്. എന്നാൽ അവർക്കുള്ള ആ വിശ്വാസം, നമുക്കതിൻ്റെ ഒരു ഫ്രാക്ഷനെങ്കിലും വിശ്വാസം ഉണ്ടോ? അപ്പം നമ്മൾ വചനത്തിൽ നോക്കിയാൽ കാണാം, പലയിടങ്ങളിലും ദൈവം പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസം നമ്മൾ ഉപയോഗിക്കുന്നതായ സ്ഥാനങ്ങളിൽ ഒരു അസാധ്യത, ഒരല്പനേരത്തേക്കുള്ള ഒരു ഭയത്തിൻ്റേത് പോലൊരവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ദൈവം കൈവിട്ടോ എന്ന് തോന്നിക്കുന്ന പോലുള്ള ഒരു സാഹചര്യം. എന്നാൽ അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മിറക്കിൾ അവിടെ കാണുവാൻ ഇടയായിത്തീരും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2-4 വരെയുള്ള വാക്യം. യാക്കോബ് 1-ന്റെ 2-4 വരെ ഞാൻ വായിക്കാം.
എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയുണ്ടാകട്ടെ. ഇവിടെ പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സന്തോഷമായിട്ട് കണക്കിടണം. ദൈവരാജ്യത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ ഇന്നും ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ദൈവരാജ്യം വർക്ക് ചെയ്യുന്നത് ലോകത്തിന്റെ രാജ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ലോകത്തിന്റെ സിസ്റ്റം ദൈവസഭയിൽ കൊണ്ടുവരാൻ നോക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ലോകത്തിൽ മാനിക്കപ്പെടുന്നവർ, ലോകത്തിൽ ആദരിക്കപ്പെടുന്നവർ സഭയിലും ആദരിക്കപ്പെടുന്നു. നമ്മളൊരു വലിയ ചർച്ചിൻ്റെ ഒക്കെ ഒരു കൺവെൻഷൻ, ജനറൽ കൺവെൻഷനൊക്കെ എടുത്താൽ പാവം പിടിച്ച ഏതെങ്കിലും സഭകളിൽ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാർ, അവിടെ ഒത്തിരി പേരൊന്നും ആ സഭകളിൽ കാണത്തില്ല. അവർക്കൊന്നും ആ സ്റ്റേജിൽ കയറാൻ പോലും ഒരിക്കൽ പോലും ഒത്തൊന്നും വരത്തില്ല. അവിടെയൊക്കെ ഇരിക്കുന്നത് ഡിസ്ട്രിക്ട് പാസ്റ്ററോ അതിന് മുകളിലേക്കുള്ള ആൾക്കാരൊക്കെയാണ്. വാസ്തവത്തിൽ ദൈവരാജ്യത്തിൽ നടക്കേണ്ടത് നേരെ തിരിച്ചാണ്. ഹൈ പൊസിഷനിലുള്ളവരെല്ലാം താഴെ ഇരുന്നിട്ട് ഈ പാവം പിടിച്ച ദേവദാസന്മാർക്കൊക്കെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ അവരെ വിളിച്ച സ്റ്റേജിൽ ഒന്ന് ഇരുത്തുകയും അവരെ ഒന്ന് മാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അടുത്തിടയ്ക്ക് ഞാൻ ഈ നവാപൂർ കൺവെൻഷന് കഴിഞ്ഞ നവംബറിൽ ഒന്ന് പോകാനിടയായി തീർന്നു. അവിടെ സ്റ്റേജിൽ, മെയിൻ സ്റ്റേജിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അവിടെ ലീഡേഴ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ രണ്ട് സൈഡിലായിട്ട് ആ സ്റ്റേജിൽ നിന്ന് മാറ്റി രണ്ട് സൈഡിലായിട്ട് അവരിയ്ക്കും. അവരെല്ലാം ഈ പ്രീച്ചറിനെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്, അല്ലാതെ പ്രീച്ചറിന്റെ പുറം കണ്ടുകൊണ്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യമെന്ന് പറയുന്നത്, കർത്താവ് തന്നെ പറഞ്ഞു, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയുന്നത്, അപ്സൈഡ് ഡൗൺ കിങ്ഡം. ലോകത്തിന്റെ രാജ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥാനത്തേക്ക് ഒരു പ്രസിഡന്റോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി പേർക്കത് പുച്ഛമാണ്. സ്തോത്രം. ഞാൻ ഒരാളെ ഉയർത്തുകയല്ല എങ്കിലും കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഇനാഗ്രേഷനകത്ത് ഒരു ചർച്ച് സർവീസ് ആണോ എന്ന് തോന്നുന്നത് പോലെയുള്ള രീതിയിൽ ഫ്രീഡത്തിൽ അവിടെ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു കൂട്ടം ആൾക്കാർക്ക് അത് ദേഷ്യമാണ്. അപ്പോൾ ലോകത്തിന്റെ ഒരു സെറ്റപ്പിൽ അത്രയും എടുത്തു. നമ്മുടെ പല ആൾക്കാരും വീട്ടിൽ ഇരുന്ന് ഫുട്ബോൾ കളിയൊക്കെ കാണുമ്പോൾ എടുത്ത് ചാടി പലതും തട്ടിത്തെറിപ്പിക്കുന്ന ആൾക്കാര് സഭയിൽ വന്ന് വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന കാണാം. ഒരു ടേപ്പ് അവരുടെ ചുണ്ടയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, കയ്യേൽ വല്ല ചെങ്ങല ഇട്ടിങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നിപ്പോകും. ദൈവസന്നിധിയിൽ അവര് പ്രോപ്പർലി അതിനകത്തല്ല. അവര് അതുമായിട്ടൊരു കണക്റ്റഡ് ആകുന്നില്ല. ചർച്ചിലായിരിക്കുന്നത്, പക്ഷെ അവരെ തന്നെ അറസ്റ്റ് ചെയ്ത പോലെ ഇരിക്കുന്നു. എത്ര ശക്തമായി സംസാരിച്ചു, അവരെ തൊടുന്ന രീതിയിൽ അത് സംസാരിച്ചാലും കയ്യോ കാലോ അനക്കത്തില്ല, വായൊന്നും അനക്കാതെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന കാണാം. ആ ഡീസൻസി നമ്മുടെ ദൈവത്തിന് എത്ര വിഷമമുണ്ടാക്കുമെന്നറിയാമോ? ഒരു കുഞ്ഞ് വളർന്നിട്ടും അത് സംസാരിച്ചില്ലെങ്കിൽ ആ പിതാവിന് അത് എന്ത് ദുഃഖമുണ്ടാക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴെങ്കിലും മറ്റുള്ള മതങ്ങളിലേക്ക് നോക്കിക്കേ, അവർക്കൊന്നും ഒരു ലജ്ജയില്ല. അവിടെ എത്ര ഉന്നതനാണെങ്കിലും ഒരു ഹിന്ദുവായ വ്യക്തി ശബരിമലയിൽ പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ അവർ എല്ലാ കാര്യവും ചെയ്യും. ഞാൻ ഇന്ന ടൈറ്റിലാ ഇന്ന ജോലിയാണെന്നൊന്നും അവർ അന്നേരം നോക്കത്തില്ല. ഒരു മുസ്ലിം ആണെങ്കിലും അങ്ങനെയാണ്. എന്നാൽ ക്രിസ്ത്യാനികളായ പലരും അവിടെയൊക്കെ ദൈവത്തെ ഇങ്ങനെ മാറ്റിവെക്കുന്ന അനുഭവം. പറഞ്ഞു വന്നത്, വിശ്വാസത്തിൻ്റെ പല മേഖലകളിലും നമുക്കൊരു ഒരു ക്രൈസിസ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം അത് അനുവദിക്കുന്നതാണ്. പലപ്പോഴും നടക്കത്തിൽ നിന്ന് തോന്നുന്ന അവസരങ്ങൾ കടന്നു വരും. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം നമുക്ക് 22-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ കാര്യം നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം ദീർഘനാളുകൾ ദൈവത്തിന്റെ പുറകെയൊക്കെ നടന്നെങ്കിലും ഒരു കുഞ്ഞ് തനിക്ക് ഉണ്ടാകാതിരുന്നു. ദൈവം വാഗ്ദത്തമൊക്കെ കൊടുത്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് തൻ്റെ ഭാര്യയ്ക്ക് തോന്നി, ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തെങ്കിലേ നടക്കത്തുള്ളൂ. അങ്ങനെ തന്നെ ചൂടുകയറ്റി. നമുക്കറിയാം, ഇസ്മായിൽ ഉണ്ടായി. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് ആ സമയത്തൊന്നും കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതമായിരിക്കണം. ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമും സാറയും ഒരുപോലെ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കാൻ കഴിയാതെ അവരുടെ ശരീരം ബയോളജിക്കലി ഡെഡ്,
മരിച്ച അവസ്ഥയിലായിരുന്നു. അന്നേരം ഒരു കുഞ്ഞുണ്ടായാൽ അത് 100% ദൈവത്താൽ സംഭവിച്ചതാണെന്ന് പറയാനൊക്കും. 50% പോലും ഇല്ല, 100% ദൈവപ്രവർത്തി. അപ്പം ദൈവം ചിലതൊക്കെ താമസിക്കുന്നതിന് കാരണമുണ്ട്. എന്നാൽ പിന്നീട് ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നതാണ് 22-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാം കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന വഴിക്ക് കൊച്ചി ചോദിക്കുന്നുണ്ട്, എവിടാ ആടെവിടാ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് യഹോവ കരുതിക്കൊള്ളും. നമ്മൾ തമാശയായിട്ട് പോലാണെങ്കിലും ഒരു വാക്ക് പറയുന്നത് അത് വിശ്വാസത്തിന്റെ വാക്കായിരിക്കണം. യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുമ്പോൾ 100% അബ്രഹാമിന് അറിയാം ഈ കുഞ്ഞിനെ യാഗം കഴിക്കാൻ പോകുന്നതെന്ന്. അവിടെ ദൈവം മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് തരുമെന്നുള്ള ഒരു സൂചന പോലുമില്ല. എന്നാൽ വിശ്വാസത്താൽ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. അങ്ങനെ മലയുടെ മുകളിൽ ചെന്നു. അപ്പൊ ദൈവം നോക്കുന്നു, ഏതെങ്കിലും പോയിന്റിൽ അബ്രഹാം ഇത് വേണ്ടെന്ന് വെക്കുമോ. അപ്പം ആദ്യമേ യാഗപീഠം ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, പുള്ളിക്കാരൻ മുമ്പോട്ട് തന്നെയാണ്, കുഞ്ഞിനെ ഓർത്ത് പ്രോഗ്രാം ഡ്രോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞിനെ അവിടെ കിടത്തി, അവനെ നല്ലതുപോലെ കയറുകൊണ്ട് കെട്ടി. അപ്പോഴേക്ക് സ്വർഗത്തിന് മനസ്സിലായി ഒരു 90% ഇവനിത് ചെയ്യും. അപ്പോഴും സ്വർഗം അനങ്ങുന്നില്ല. ഒരുപക്ഷെ ഈ പോയിന്റിലാണെങ്കിലോ അബ്രഹാം കൈ പുറകോട്ട് വലിക്കുന്നത്. വേണ്ട, നീ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടുകലെന്ന് ഇനി ഇപ്പോഴാണോ പറയാൻ പോകുന്നത്? അവസാനം ആ കുഞ്ഞിനെ കൊല്ലുവാൻ ഒരു മടിയുമില്ലാതെ ആ കൈ ഉയർത്തുന്ന സമയം വന്നപ്പോഴാ പെട്ടെന്ന് സ്വർഗം ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അഥവാ അബ്രഹാം ആ കുഞ്ഞിനെ യാഗം കഴിച്ചതായി സ്വർഗം അംഗീകരിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഞാൻ കണ്ടിട്ടുണ്ട് ചില പിള്ളേരൊക്കെ ചിരിച്ചോണ്ടൊക്കെ ഗ്രൂപ്പായിട്ട് സ്നാനത്തിന് ഇറങ്ങുന്നത്. സ്നാനം എന്ന് പറയുന്നത് എന്താ? വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ യേശുവിനോടുകൂടെ മരിച്ച് എൻ്റെ പഴയ മനുഷ്യൻ ജഡത്തെ രാഗമോഹങ്ങളോടെ ഞാൻ ക്രൂശിച്ചു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ, ഒരു വ്യക്തി ശരിക്കും സ്നാനപ്പെടുമ്പോൾ നമ്മുടെ പാസ്റ്റേഴ്സൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ശരിക്കുള്ള ടീച്ചിങ് ആ വിഷയത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എടുത്തു ചാടി ആരെയും സ്നാനപ്പെടുത്തരുത്. ചില ചർച്ചസിലൊക്കെ അവർ പല പ്രാവശ്യം ബെഗ് ചെയ്ത് കഴിയുമ്പോഴേ സ്നാനപ്പെടുത്തത്തുള്ളൂ. വേറെ ചിലരുണ്ട്, അവർ പുറകെ ചോദിച്ചുകൊണ്ട് നടക്കും, മുങ്ങുന്നില്ലേ. എങ്ങാനും കൊച്ച് ഗതി കെട്ടിട്ട് എസ് പറഞ്ഞാൽ അന്നേരം കൊണ്ടുപോയി അങ്ങ് മുക്കും. ഒരിക്കലും ചെയ്യരുത്. സ്നാനമേൽക്കുന്ന വ്യക്തി വ്യക്തമായി അതെന്താണെന്നറിഞ്ഞ് യേശുവിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് പറയുന്ന ഒരു പോയിന്റിൽ വരുമ്പോഴേ ആ വ്യക്തിയെ സ്നാനപ്പെടുത്താവൂ, അല്പം വൈകിയാലും. ആമേൻ. ഞാനിത് ഒത്തിരി എക്സാമ്പിൾസിനകത്തുനിന്നാണ് പറയുന്നത്. എറണാകുളത്തുള്ള അന്നാക്കണ്ടത്തിലെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാൻ എറണാകുളത്ത് ആയിരുന്നപ്പോൾ അവിടെ സാങ്കുട്ടി പാസ്റ്റർ NG സാങ്കുട്ടി എന്ന് പറയുന്ന ഭാഷ ചർച്ചിലായിരുന്നപ്പോൾ ആ പുള്ളിക്കാരത്തി കുടുംബം വിശ്വാസത്തിൽ മുമ്പോട്ട് വരുന്നത്. ഒരു ദിവസം ഞാൻ ചെന്നപ്പം തൻ്റെ ഇളയ മകൻ അനി സ്നാനപ്പെടാനിരിക്കുക. പിറ്റേ ദിവസം സ്നാനം റെഡിയാക്കി വെച്ചേക്കുക. എന്നാൽ ഞാൻ ആ പയ്യനെ, ഞങ്ങൾ തമ്മിൽ ഒത്തിരി ക്ലോസാണ്. സംസാരിച്ചപ്പോൾ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഭയം പോലെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചോണ്ട്, അവരൊരു 4-ാം നിലയിലാണ് താമസിക്കുന്നത്. 4 ഫ്ലോറുള്ള ബിൽഡിങ്ങിന്റെ 4th ഫ്ലോറിൽ ലിഫ്റ്റ് പോലും ഇല്ലാതെ താമസിക്കുന്നത്. എറണാകുളത്തിന്റെ ഹാർട്ടിലാണ്. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു, ടെറസിൽ പോയപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ബ്രദറെ, എനിക്ക് നാളെ സ്നാനപ്പെടാൻ ഒരു സുഖം തോന്നിക്കുന്നില്ല. പ്രത്യേകിച്ച് പുള്ളിയുടെ ഡാഡി വിശ്വാസത്തിലൊന്നും അല്ലല്ലോ. എനിക്ക് ഡാഡിയോട് കൂടി ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാനാണ് ആഗ്രഹം. എപ്പോഴാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി വന്നിട്ട് അനിയുടെ മമ്മിയോട് പറഞ്ഞു, ആൻറ്റി നാളെ അനി സ്നാനപ്പെടുന്നില്ല. എൻ്റെ മോൻസി തന്നെ വീട്ടിൽ വിളിക്കും. എന്തോ പരിപാടിയാണ് കാണിച്ച്, നാളെ ഞങ്ങൾ എന്ത് പാടുപെട്ട് സാങ്കുട്ടി പാസ്റ്റർ ഞാനും എല്ലാം കൂടെ പറഞ്ഞെല്ലാം വെച്ചിരുന്നതാ, തട്ടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ആ പയ്യൻ ആ വീക്ക് എൻഡ് ആയപ്പോൾ ശനിയാഴ്ച രാത്രി പുള്ളി പറഞ്ഞു, എനിക്കിപ്പോൾ സ്നാനപ്പെടണം. മമ്മി പറഞ്ഞു, എടാ നാളെ സൺഡേ അല്ലേ, നാളെ ഇല്ല. ശനിയാഴ്ച രാത്രിയിൽ എല്ലാവരെയും കൂടെ ഇളക്കി ബഹളം വെച്ച് സാങ്കുട്ടി പാസ്റ്ററുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ വിളിച്ച് അന്ന് രാത്രി സ്നാനപ്പെട്ടു. ഇന്ന് താൻ സഭയുടെ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹം ആ അനി ഇന്ന് ആ കൃപയെ നിൽക്കുന്നതിൻ്റെ കാരണം അന്ന് എടുത്തു ചാടി സ്നാനപ്പെടുത്താതെ അതെന്താണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടത് കൊണ്ടും കൂടാ. എന്നാൽ എനിക്ക് വേറെ ചിലരെ അറിയാം. ഒരിക്കൽ ഒരാളെ വിശ്വാസത്തിൽ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1 മാസം തരണം. താൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്. അദ്ദേഹത്തിന് ഇച്ചിരി സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അദ്ദേഹത്തിന് 1 മാസം ചോദിച്ചപ്പോൾ ഈ പാസ്റ്റർക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഇപ്പം മുക്കാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ അവരെ കൊണ്ടുവന്ന ഫാമിലി പറഞ്ഞു, ഒരു കുറച്ചുകൂടെ ടൈം കൊടുക്കുക. ഓക്കെ, 2 ആഴ്ച കൊടുക്കാം മാക്സിമം. അതായത് 4 ആഴ്ചയ്ക്ക് പകരം ഞാൻ 2 ആഴ്ച കൊടുക്കാം എന്ന് പറഞ്ഞു. ഏതാണ്ട്
അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞ് ആ മനുഷ്യനെ സ്നാനപ്പെടുത്തി. ചില നാളുകൾ ആ വ്യക്തി വിശ്വാസത്തിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തനിക്ക് വേണ്ടതുപോലെ ഒരു ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ വ്യക്തി വിശ്വാസത്തിൽ തന്നെ പോകുന്നൊരവസ്ഥ കർത്താവരുടെ. ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, കമ്മിറ്റ്മെന്റ് പിള്ളേരോടാണെങ്കിലും ആരോടാണെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരതിന് റെഡിയാണ്. അതിന്റെ കോസ്റ്റ് കൗണ്ട് ചെയ്യണം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരു വീട് വെക്കണമെങ്കിൽ കോസ്റ്റ് നിന്നെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ, കോസ്റ്റ് കൗണ്ട് ചെയ്യണം. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു വില കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ്. സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം, നോർത്തിലൊക്കെയുള്ള ഒത്തിരി പേർ അവരുടെ വേലയിൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്രൈസിസുകൾ കടന്നു വന്നു. പക്ഷെ ദൈവം അവരെയെല്ലാം നിലനിർത്തി. പലതും സംഭവിക്കാമായിരുന്നു. അനേക കേസുകളിൽ കാണാൻ കഴിയും. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ മൂന്നാറിലായിരുന്നു. എൻ്റെ ഫാദർ അവിടെ ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പം ഞങ്ങൾ മൂന്നാറിലാണ് താമസിക്കുന്നത്. എനിക്കൊരു പെട്ടെന്ന് രോഗം വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഈ ടാറ്റായുടെ, അന്ന് കണ്ണൻദേവൻ എന്നാണ് പറയുന്നത്, കണ്ണൻദേവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് ബോധം അങ്ങ് പോയി. ഒരു 5-6 ദിവസം ഞാൻ കോമായിലായിരുന്നു, ബോധമില്ലാതെ കിടക്കുക. അപ്പം പെട്ടെന്ന് എൻ്റെ മദറിൻ്റെ വീട് വാകത്താനം, കോട്ടയം അടുത്താണ്. അവിടെ നിന്ന് ആൾക്കാരെ വന്നു. എൻ്റെ കോതമംഗലത്തിൻ്റെ ഫാദറിൻ്റെ വീട്ടുകാർ വന്നു. ഇവരെല്ലാം അന്നത്തെ കാലത്ത് ഓർക്കണം 69-ലാണ്. അപ്പം ഇവരെല്ലാം അവിടെ വന്നു. കാറിന് മുറി നിറച്ച ആൾക്കാർ വന്നിരിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊച്ചു മരിച്ചു പോകും, ബൾബാർ പോളിയോ എന്നൊരു രോഗമാണെന്ന് അവർ പിന്നീട് കണ്ടുപിടിച്ചു. അവർ മറ്റ് മെനഞ്ചൈറ്റിസ് ആണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. കുട്ടി രക്ഷപ്പെടത്തില്ല. അപ്പോൾ എൻ്റെ അമ്മാച്ചന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ വല്യപ്പച്ചൻ്റെ ഫാദറിൻ്റെ ഫാദറുണ്ടോ, ഇവരെല്ലാം അന്നത്തെ കാലത്ത് 3 മണിക്കൂറൊക്കെ എടുക്കും കോതമംഗലത്തു നിന്ന് മൂന്നാറിൽ വരാൻ. അപ്പോൾ ഇവർ കോട്ടയത്തു നിന്ന് വന്നവരൊക്കെയാണ്. അങ്ങനെ അവരെല്ലാം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 6 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കണ്ണിന് ഇങ്ങനെ കണ്ണീര് വരുന്നതായിട്ട് എൻ്റെ അമ്മാച്ചൻ കണ്ടു. എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മോൻസി കണ്ണു തുറന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം ചാടി എഴുന്നേറ്റു. കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ചില ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ്ലി നോർമലായി. പിന്നെ മദറൊക്കെ അന്ന് ഇവാഞ്ചലിക്കൽ സഭയിലാണ്. പുള്ളിക്കാരത്തി ഒത്തിരി ജ്വല്ലറി ഒക്കെ ഇടുന്ന കൂട്ടത്തിലൊക്കെ ആണ്. അവരൊക്കെ നല്ല ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ നല്ല സുഖമാണ്. അപ്പം അങ്ങനെ ലോകപരമായിട്ട് ജീവിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇത് അവരുടെ ജീവിതത്തെ കംപ്ലീറ്റ് രൂപാന്തരപ്പെടുത്തി. അന്നേരം തന്നെ എൻ്റെ മദർ തൻ്റെ ജ്വല്ലറി എല്ലാം എടുത്തങ്ങ് വലിച്ചൂരി. അവിടെ പെന്തുക്കോസുകാരും ഇല്ലായിരുന്നു, ചുറ്റിപ്പോലും ഇല്ല. എന്തുകൊണ്ടോ തനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. പിന്നീട് നാൾക്ക് ശേഷം 73-ൽ അവർ സ്നാനപ്പെടുവാനിടയായി തീർന്നു. എങ്കിലും ഒരു 80 വരെ ഞങ്ങൾ ആ ഇവാഞ്ചലിക്കൽ സെറ്റപ്പിൽ തന്നെ നിന്നു. പിന്നീട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ദൈവം ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. ഞാനിങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്, നമ്മുടെ പവർ വിഷനിലൊക്കെയുള്ള അനീഷ് പാസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, 2 തരത്തിലുള്ള ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒന്ന്, ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത് അങ്ങ് ചെയ്യും, നമുക്ക് അറിയത്തില്ല. നമ്മിൽ ചില ചേഞ്ചസ് ഒക്കെ അങ്ങോട്ട് വന്നിട്ട് എപ്പോൾ നടന്ന നമുക്ക് പോലും അറിയത്തില്ല. മറ്റൊന്ന്, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. റോമാലേഖനം 6-ാമത്തെ വാക്യം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ഇനിയും ദൈവത്തിൻ്റെ ദാസന്മാരായി എണ്ണണം. ഇനി കൃപ പരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കരുത്, രക്ഷ നഷ്ടപ്പെടുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുമ്പോൾ അവിടെ പറയാ, നോ 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 നോ, യു ഹാവ് ടു ടേക്ക് കെയർ. രക്ഷ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി, എന്നാൽ അത് പാലിക്കുന്നതിന്റെ ചുമതല നിങ്ങൾക്കുള്ളതാ. വിശ്വാസത്തിന്റെ മറ്റൊരു വെല്ലുവിളി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന നമുക്കൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. ഇസ്രായേൽ മക്കളെ കൊണ്ട് മോശ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടാകാം. ദൈവം അവിടെ പറയുന്നുണ്ട്, ഞാൻ ഫറവോന്റെ മനസ്സിനെ കഠിനപ്പെടുത്തും. ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? മനുഷ്യന്റെ മനസ്സ് കഠിനപ്പെടുത്തുമോ എന്നൊക്കെ ചോദിക്കും. അതിനെല്ലാം ഒരു കാരണമുണ്ട്. ദൈവം ചിലപ്പോഴങ്ങനെ ചെയ്യും. കർത്താവ് പുതിയ നിയമത്തിൽ നമുക്കറിയാം, കർത്താവ് തന്നെ കാനാവിൽ മറിയ വീഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ ഉടനെ കർത്താവ് ആദ്യമേ എന്താ പറഞ്ഞു? ഒരു നെഗറ്റീവ് ആൻസറാണ് കൊടുത്തേ. അതൊരു മറിയയുടെ വിശ്വാസത്തിന്റെ ഒരു ടെസ്റ്റായിരുന്നു. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ തമ്മിൽ എന്തുവാ, എനിക്ക് നിനക്കും തമ്മിൽ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു വലിയ ടെസ്റ്റാ. അവിടെ മറിയ ആ ടെസ്റ്റിനെ ഓവർകം ചെയ്തു, ജയിച്ചു. അതുപോലൊരു കനാന്യ സ്ത്രീ ഒരിക്കൽ യേശുവിൻ്റെ അടുക്ക വന്നൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ആ കനാന്യ സ്ത്രീ വന്നപ്പോൾ മത്തായി 15 കാണുന്നുണ്ട്, ഒരു സുറഫോന്യക്കാരിയായ കനാന്യ സ്ത്രീ തന്റെ മകളുടെ വിഷയം കൊണ്ട് വന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്, യഹൂദന് വേണ്ടിയാണ് വന്നത് എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ, എന്നാലും മേശയുടെ പുറത്ത് കുഞ്ഞുങ്ങള് അല്ലേ കഴിച്ച് താഴെ വീഴുന്നത് നായ്ക്കുട്ടികൾക്ക് കിട്ടത്തില്ലേ? അതുപോലെ ഇച്ചിരി എനിക്കൂടെ തന്നുകൂടെ? ഇച്ചിരി ഞങ്ങൾക്കൂടെ കാണത്തില്ലയോ? മൊത്തം അവർക്ക് തന്നെ കൊടുക്കണോ? അതിൻ്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ വേറെ ഇസ്രായേലിൽ പോലും, എന്നുവെച്ചാൽ തൻ്റെ ജാതിക്കാരെന്ന് പറയുന്ന അവരുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ മകൾക്ക് അത്ഭുത വിടുതൽ കൊടുത്തു.
അപ്പോൾ അവിടെയെല്ലാം കർത്താവ് തന്നെ ഒരു വിശ്വാസത്തിന്റെ ചലഞ്ച് കൊണ്ടുവന്നു. കാരണം ഈ തൻ്റെ മക്കൾ ഒരു ക്വാളിറ്റി ഉള്ളവരായിരിക്കണം, ഒരു വില കൊടുക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറാണെങ്കിൽ ഒരു വലിയ മിറക്കിൾ ദൈവം ചെയ്യും. കാനാവിലെ കല്യാണത്തിനും അത് തന്നെയാണ്. മറിയയോട് പറഞ്ഞു, സമയം വന്നിട്ടില്ല, നീ എന്നെ എന്തിനാ ഇങ്ങനെ ബോധർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ കാണുന്നു, മറിയ വേലക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അത് എഴുതിയേക്കുന്നത് വളരെ ഓരോ വാക്യം ഒന്നിനു പുറകെ ഒന്നായിട്ട്, അതിനിടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ വിചാരിക്കും കർത്താവ് നോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ മറിയ അങ്ങോട്ട് എന്ന് വെച്ച് വേലക്കാരോട്, ഇതേ അവൻ വല്ലതും പറഞ്ഞാൽ ചെയ്തേക്കണം, യേശു പറഞ്ഞാൽ വല്ലതും പറഞ്ഞാൽ ചെയ്തേക്കണം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ മറിയ കർത്താവിന്റെ വാക്ക് കേട്ട് കംപ്ലീറ്റ് അങ്ങ് തകർന്നു. താനാകെ വിയർത്തൊലിക്കാൻ തുടങ്ങിക്കാണും. താൻ ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. കാരണം വലിയ പ്രതീക്ഷയോടെയാണ് മറിയ ആ വിഷയം യേശുവിൻ്റെ അടുക്കൽ പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞായിരിക്കാം, ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കാം, മറിയയുടെ ഉള്ളിൽ ചിന്ത വന്നു, അങ്ങനെ അല്ല, ഞാൻ ആ വേലക്കായി ഒരു പക്ഷേ യേശുവിൻ്റെ മനസ്സ് മാറിയാലോ. യേശുവിന് മനസ്സിലായി മറിയ ആ വീട്ടുകാരുടെ വിഷയം സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. വീട്ടുകാർക്ക് വേണ്ടെങ്കിലും മറിയയ്ക്ക് വേണം, എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണം. ചില ആൾക്കാർ അങ്ങനെ അല്ലേ, വല്ലവരുടെയും വിഷയമാണെങ്കിലും സ്വന്തം വിഷയം പോലെ അവരങ്ങ് ഏറ്റെടുക്കും. അവർക്ക് അത് മറ്റവരെക്കാളും അതിനകത്ത് നിർബന്ധം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില വ്യക്തികൾ തീക്കകത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയം പോലെ എടുക്കാൻ പറ്റുമോ? കർത്താവ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നിടത്ത് യേശു ചെന്നിട്ട്, ലാസർ മരിച്ചെടുത്ത് അങ്ങനെ ആയിരുന്നു, ഒരു ക്രൈസിസ് അവർക്ക് വരുത്തി. അത് ഒരു ഫോർ എ ടൈം അവർ ഈ പാരച്യൂട്ട് മൊമെന്റ് ആയിരുന്നു. ഇത് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു മൊമെന്റിൽ കൂടി അവർ പോയെങ്കിലും കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഈ കനാവിലും അത് തന്നെയാണ്. കുറച്ച് നേരത്തേക്ക് മറിയ തകർന്നു കാണും, പക്ഷെ എങ്ങനെയോ ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് താൻ ചെന്ന് അവരോട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ഇനി അഥവാ പറഞ്ഞാൽ, നമ്മളും അങ്ങനെ ചിലപ്പോൾ ചെയ്യാറില്ലേ. സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബാങ്കിൽ പോയി ലോൺ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ അതെങ്കിലും ഒരു കാര്യത്തിന് ചെയ്തു. അപ്പം നമുക്ക് പരിചയമുള്ളൊരു എംപ്ലോയി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. ബാങ്ക് മാനേജർ നോ പറഞ്ഞു വിട്ടു. നമ്മൾ പോരാൻ നേരത്തെ പറഞ്ഞത്, മാനേജർ നോ പറഞ്ഞു, എന്നാലും ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചേക്കണേ, അഥവാ വലിയൊരു സൂചന തന്ന ഉടനെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം മറിയ ചെന്ന് അവരോട് പറഞ്ഞു. യേശു നെഗറ്റീവ് ആൻസർ കൊടുത്തിട്ടും പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ആ നിൽക്കുന്ന പുള്ളി പറയുവാണെങ്കിൽ അങ്ങ് ചെയ്തേക്കണം കേട്ടോ. ഇത് കേട്ടപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം ട്രിഗർ ചെയ്യുക. മറിയയുടെ ആ വിശ്വാസം ഭയങ്കര 100% സ്ട്രോങ് ഒന്നും ആയിരിക്കത്തില്ല, എന്നാലും അല്പം ഭയത്തോടെയാണ് നമ്മളൊക്കെ ഈ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും മറിയയുടെ ആ വാക്ക, ചിലർ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തേലും നന്മ ചെയ്യാനുണ്ടെങ്കിലും വാക്കുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ ഇല്ലാതാക്കും. മറ്റൊരു കാര്യം, അനേകർക്കറിയത്തില്ല നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മുടെ അതോറിറ്റി, നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും നമുക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, നമുക്ക് ഉള്ള പല ബെനിഫിറ്റ്സ്, നമുക്കുള്ള പല നന്മകൾ അറിയാൻ വയ്യാതെ അനേകർ ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു വാന ഉണ്ട് ഡാളസിൽ. ഇപ്പം ദീർഘനാൾ ഞങ്ങൾ വിചാരിച്ചു അതിന് റിമോട്ട് സ്റ്റാർട്ടൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തണുപ്പത്തും വെയിലത്തും ഒക്കെ ചെന്ന് വണ്ടിക്കകത്ത് കയറി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന ഒരാൾ പറയും, അയ്യോ അതിന് റിമോട്ട് ഓൾറെഡി ഉണ്ട്, അതിങ്ങനെ 2 തവണ അത് ക്ലോസ് ചെയ്തേച്ച് ലോക്ക് ചെയ്തേച്ച് മൂന്നാമത് ഞെക്കി പിടിച്ചാൽ വണ്ടി ഷാർട്ടാകും. ഞങ്ങൾ നോക്കിയപ്പോൾ ഷാർട്ടായി. ഭയങ്കര തണുപ്പായി, ഇപ്പം 20 ഒക്കെ ടെമ്പറേച്ചർ. ഇത്രയും നാൾ നമുക്കറിയത്തില്ലായിരുന്നു അനേക ദൈവമക്കളുടെ ഗതികേട് ഇതാ. അവർക്കറിയത്തില്ല അവർക്കുള്ള പവറും അതോറിറ്റിയും റൈറ്റും ഈ ദൈവവചനം എന്നൊക്കെ പറയുന്നത് എന്തുവാ. ഇതൊരു ഭയങ്കര പവറാണ്. ആമേൻ, സ്തോത്രം. ഒരു വലിയ നിധിയാ. ഇതിനകത്തുനിന്നൊരു വാഗ്ദത്തം എടുത്ത് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ നേരെ തിരിയും. സ്തോത്രം. ഡോക്ടർമാരുടെ റിപ്പോർട്ടും അവരുടെ റിപ്പോർട്ടും ഇവരുടെ റിപ്പോർട്ടും ഒന്നുമല്ല എന്നാൽ ഫൈനലി നടക്കാൻ പോകുന്നത്. ദ ഫൈനൽ വേർഡ് കംസ് ഫ്രം ഗോഡ് അല്ലേ. ഇപ്പോൾ ഒരാൾ നമുക്കറിയാം, ചില നാട്ടിൽ ചില ആൾക്കാരൊക്കെ തൂക്കിക്കൊല്ലാനൊക്കെ വിധിച്ചേക്കുന്ന ചില കേസുകളൊക്കെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ട്. അവർക്കൊക്കെ അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷയുണ്ടല്ലേ. ചിലപ്പം അത് അവൻ്റെ ടോപ്പ് അതോറിറ്റി, രാജ്യത്തിൻ്റെ ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ടോപ്പ് അതോറിറ്റി സംസാരിക്കുമായിരിക്കും.
ഒരു ചെറിയൊരു ഹോപ്പ് എവിടെയെങ്കിലും കിടപ്പുണ്ട്. സ്തോത്രം. പലപ്പോഴും വിശ്വാസത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുൻപ് നമ്മളൊരു പാരച്യൂട്ട് മൊമെന്റിൽ കൂടെ കടന്നു പോകും. എന്നാൽ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയരുത്. ഇസ്രായേൽ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുകൂടെ പറഞ്ഞ് കൺസിഡർ ചെയ്യാം. ഫറവോനും കൂട്ടരും വളരെ അടുത്തു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. അവരിവരെ ഏതാണ്ട് വിഴുങ്ങും എന്നുള്ള അവസ്ഥയിൽ കൂടെ വന്നു. കർത്താവ് പറയുക, ഞാൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളൊക്കെ കർത്താവ് പറയുക, ഞാൻ അവൻ്റെ ഹൃദയത്തെ 14-ന്റെ 4-ഉം 5-ഉം വാക്യമൊക്കെ ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. നമ്മൾ വിചാരിക്കും, എന്തിനാ ദൈവം കഠിനമാക്കുന്നേ? ദൈവം കഠിനമാക്കുന്നതിന്റെ കാരണമുണ്ട്. യോസേഫിന്റെ കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വന്നു. യോസേഫ് കാരാഗൃഹത്തിൽ കിടന്നു. യോസേഫിന് തോന്നി ഒരു മൊമെന്റ് വന്നപ്പം, ഇനഫ് ഈസ് ഇനഫ്. പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ പോയി ഫറവോനോടൊന്ന് പറഞ്ഞേക്കണം, എൻ്റെ കാര്യം ഒന്ന് ഓർപ്പിച്ചേക്കണം. യോസേഫിന്റെ ജീവിതത്തിൽ നെഗറ്റീവ്സ് വേറൊന്നും നമ്മൾ മറ്റുള്ള പലരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാണും. യോസേഫിന്റെ ജീവിതത്തിൽ ഒരു നെഗറ്റീവും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈ ഒരു മിസ്റ്റേക്ക് കാരണം, അല്ലെങ്കിൽ കർത്താവിനെ പോലെ ആയി പോകത്തില്ലേ? ഇവരെല്ലാം യേശുവിന്റെ നിഴലാണെന്ന് കണ്ടോണം, പഴയ നിയമത്തിലെ ഈ പാട്രിയാക്സ് ഒക്കെ. അപ്പൊ യോസേഫ് സമയത്തിന് മുൻപേ ഞാനിത് പറഞ്ഞു വിട്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു സ്വപ്നം കണ്ടു. യോസേഫിനെ വിളിപ്പിക്കാൻ ദൈവം അവസരം ഒരുക്കി. അപ്പൊ യോസേഫിന് എത്ര വയസ്സാണെന്നറിയാമോ? 30 വയസ്സ്. ദൈവം യോസേഫിന് അവിടെ ഫറവോന്റെ കൊട്ടാരത്തിലെ ജോലിക്ക് വെച്ചിരുന്ന വയസ്സ് 30 28 വയസ്സുള്ളപ്പോഴാണ് യോസേഫ് റെക്കമെൻഡേഷന് പോയി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വൈകുന്നെന്ന് തോന്നിയാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവം അത് ചെയ്യും. അതുവരെ താഴോട്ട് വീഴുക, അതുവരെ ഈ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മൾ വിഷയങ്ങളുടെ കംപ്ലീറ്റ് ഹോപ്പ് നഷ്ടപ്പെടും. ഇതിനകത്ത് ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് വിചാരിക്കും. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ വൈകിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പരിപാടി നമ്മൾ അവിടെ നടപ്പിലാക്കാൻ പോകരുത്. ഞാനിനി ഇന്ന കാര്യം ചെയ്യാത്ത കൊണ്ടാണോ, ഞാൻ ഇതൂടെ ചെയ്താൽ കർമ്മേലിന്റെ മുകളിൽ വെച്ച് ഏലിയാവ് എന്താ ചെയ്തേ? തീ ഇറങ്ങാനായിട്ടിരിക്കുക. ഏലിയാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറേ മണ്ണെണ്ണ കൊണ്ട് അവിടെ ഒഴിക്കാൻ പറഞ്ഞു. അല്ലേ എന്തേലും അതുപോലത്തെ ഓയിൽ ഒഴിക്കാൻ പറഞ്ഞു. ഏലിയാവ് അവരോട് എന്നാ പറഞ്ഞേ? നിങ്ങൾ കുറെ വെള്ളം, നല്ല പച്ച വെള്ളം ഒഴുകണം. അവരവിടെ പച്ചവെള്ളം കൊണ്ട് തോടുണ്ടാക്കി. എന്തിനാ? തീ ഇറങ്ങേണ്ടിയ സ്ഥലം. നമ്മളന്ന് ചെയ്യുവോ? നമ്മളന്ന് എന്ത് ചെയ്യും? ദൈവത്തെ ഒന്ന് സഹായിക്കാൻ അല്ലേ? കർത്താവ് തീ ഇറക്കുമെന്നറിയാം. എന്നാലും പെട്ടെന്ന് തീ ഇങ്ങോട്ട് വരുമ്പം വേഗം കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇച്ചിരി മണ്ണെണ്ണയോ പെട്രോളോ വല്ലതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഇറങ്ങിയാൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇച്ചിരി വിറകിൻ്റെ പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വല്ലോ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചേച്ച് ഒരു തീപ്പെട്ടി അങ്ങോട്ട് ഉറച്ചാൽ ആൾ കിട്ടും. കർത്താവിനെ സഹായിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ എത്ര ഇമ്പോസിബിൾ ആണേലും, അത് എത്ര വലുതാണേലും, എത്ര അസാധ്യമാണേലും, അത് 100% കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം. അബ്രഹാം പറയുന്നുണ്ട് മെൽക്കിസേദെക്കിനോട്, നിന്റെ ഒരു കുന്തവും എനിക്ക് വേണ്ട. ഞാനൊരു ലാംഗ്വേജ് അങ്ങ് ഉപയോഗിച്ച്, നിന്റെ ഒരു ചെരുപ്പിന്റെ വള്ളി പോലും എനിക്ക് വേണ്ട. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ നീയും വന്ന് ക്ലെയിം പറയും. ലോകത്തിലൊരു മനുഷ്യനെ ആശ്രയിക്കാൻ പോകല്ലേ. ജോലിയുടെ വിഷയം എന്തുവായിക്കൊള്ളട്ടെ, ദൈവം തരുമ്പം ദൈവം ഒരു കാര്യം നമുക്ക് വിളിച്ച സൈഡ് എഫക്റ്റ് ഇല്ല. ദൈവവും ക്ലെയിമും പറഞ്ഞുകൊണ്ട് വരത്തില്ല. തന്നെയല്ല, ഹീലിംഗ് കംപ്ലീറ്റ് ദൈവം ചെയ്ത കംപ്ലീറ്റാ. ഞാൻ 2 വർഷം മുമ്പ് ഡിസംബർ എൻഡിൽ ഹൂസ്റ്റണിൽ ഒരു പാസ്റ്റർ പെട്ടെന്ന് മരിച്ചു. അപ്പം ഞങ്ങൾ ഹൂസ്റ്റണിൽ പോയി എൻ്റെ വൈഫിൻ്റെ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. രാത്രി എഴുന്നേറ്റ് ഞാനിങ്ങനെ ബാത്റൂമിൽ പോകാൻ തറയെ പെട്ടെന്ന് തിരിച്ചു വന്നിരുന്നത് കട്ടിലാന്ന് വിചാരിച്ച് നിലത്തോട്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നടുവിനങ്ങ് വേദന തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ലെവൽ ഗ്രൗണ്ടിൽ കൂടെ സാധാരണ രീതിയിൽ പോലും നടക്കാൻ മേല. ഞാൻ ഉടനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ അടുത്ത ക്ലിനിക്കിൽ പോയി അവരെൻ്റെ ബാക്കിൻ്റെ എക്സ്റേ എല്ലാം എടുത്ത് അവർ L1 L2 L3 എന്നും പറഞ്ഞ് ഏതാണ്ടെല്ലാം കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നു. അതിൻ്റെ സ്കാനൊക്കെ എടുത്തു. ഈ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഫ്രൈഡേ മിക്കവാറും ഞാൻ 1.5 വിട്ടാഴ്ചയിലെങ്കിലും ഡാളസിന് പോകും. അപ്പം ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ അന്ന് അല്പം താമസിച്ചു പോയി. ഞാൻ ലഗേജും കൈ പിടിച്ചുകൊണ്ട് ഓടുക. ഓർത്തോളം എനിക്ക് അനങ്ങാൻ പോലും വയ്യാത്ത പോലെ നടുവേദനയാണ്. ഈ ലഗേജും കൊണ്ട് ഓടി ഫ്ലൈറ്റിൽ കയറി. ഞാൻ ആ ഫ്ലൈറ്റിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ
ഞാൻ ഈ ഫ്ലൈറ്റ് ഡാളസിൽ ചെല്ലുമ്പോൾ നീ എന്നെ സൗഖ്യമാക്കണേ. വലിയ സീരിയസ് പ്രാർത്ഥനയൊന്നുമല്ല പ്രാർത്ഥിച്ച്, ഒരു സാധാരണഗതിയിൽ അങ്ങ് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഡാളസിൽ ചെന്ന് ഇറങ്ങി, ആ നടുവേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ എനിക്ക് ഫർണിച്ചറൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണം. ഞാൻ മാറ്റി. ഈ കഴിഞ്ഞ ദിവസവും പോയി വലിയ ഫർണിച്ചർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. കംപ്ലീറ്റ് ഹീലിംഗ്. എന്നാൽ ഇതുപോലെ എല്ലാ വിഷയത്തിലും നടക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങളിലും ഇങ്ങനെയുള്ളതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനെ നടക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വല്ലാതെ ഉറപ്പിക്കും. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ മറ്റേതെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ എന്നെ പോളിയോയിൽ നിന്ന് വിടുവിച്ച കർത്താവ്, ഈ നടുവേദന ചിലർക്ക് തമാശയായിട്ട് തോന്നിയാൽ എനിക്കത് വലിയൊരു കാര്യമായിരുന്നു. ദൈവം പരിപൂർണമായിട്ട് ഹീൽ ചെയ്തെങ്കിൽ ഇനി ഞാൻ എന്ത് വിഷയമാണെങ്കിൽ എന്തുവാ, അത് എത്ര വലുതാണെങ്കിൽ എന്തുവാ, അത് എത്ര ഇമ്പോസിബിൾ, ഐ എം നോട്ട് ഗോയിങ് ടു വറി അബൌട്ട് ഇറ്റ്. കാരണം ഓൾറെഡി ദൈവം ഇത്രയോ നന്മകൾ ചെയ്തത് കണ്ടില്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വരാം. ആ പാരച്യൂട്ട് മൊമെന്റ്, പാരച്യൂട്ടിൽ എടുത്ത് ചാടുമ്പോൾ അവർക്ക് യാതൊരു സപ്പോർട്ടിങ് സിസ്റ്റവും ഇല്ല, ഇല്ലേ? അമേരിക്കയിലുള്ള ആൾക്കാർക്ക് സിക്കായി കഴിഞ്ഞാൽ മിക്കവാറും പേർക്ക് ഇൻഷുറൻസ് ഉണ്ട്. നാട്ടിലൊക്കെ വല്ലവർക്കും വല്ലതും ഉണ്ടോ? ഞങ്ങൾ ഈയിടെ നാട്ടിൽ പോയിട്ട് വന്നയോളം എൻ്റെ മദറും ബ്രദറും ഒക്കെ അവിടെ ഉണ്ട്. ഒന്നുമില്ല. വല്ലതും വന്നാൽ അന്നേരം കാണാം. ഇവിടെ നമുക്കിതെല്ലാം ഉണ്ടായിട്ട് ടെൻഷനാ. കൃത്യം 3 മാസം കൂടുമ്പോൾ ഡോക്ടറെ കണ്ടു. ഇനോ കാണുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ട് കാണുന്നു? അവർ നമ്മുടെ ആശ്രയം. ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായിട്ട് പടകിൽ പോകുമ്പോൾ നമുക്കറിയാം, കാറ്റും കോളും ഉണ്ടായിട്ട് ഇവർ യേശുവിനെ പിടിച്ച് കുലുക്കുക. യേശു അവരെ വഴക്ക് പറഞ്ഞതിന്റെ കാര്യം, കാറ്റും കോളും വന്നപ്പോൾ കരഞ്ഞതിനല്ല. മത്തായി 8 കാണുന്ന 23 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്, ഇവര് ഭയപ്പെട്ട് വിളിക്കുക. അയ്യോ, ഞങ്ങൾ നശിച്ചു പോകും. ഇംഗ്ലീഷ് ബൈബിളിൽ ഞങ്ങൾ എന്നുള്ള പദം അവർക്ക് ഇംഗ്ലീഷിലൊരു വാക്കില്ല. ഞങ്ങളും നമ്മളും ഒക്കെ ഒരുമിച്ച, ഒരുപോലെ, എല്ലാം അസും വിയും ഒക്കെ. പക്ഷെ മലയാളത്തിൽ ഞങ്ങൾ എന്നുവെച്ചാൽ നീ നശിക്കുമോ എന്നല്ല, പടകിൽ യേശു ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏത് ക്രൈസിസിൽ കൂടെ പോകുവാണെങ്കിലും നമ്മുടെ കൂടെ യേശു ഉണ്ട്. നമ്മുടെ പടക് തകരാൻ യേശു സമ്മതിക്കുമോ? ഇവര് കർത്താവിനെ വിളിച്ചില്ലെന്ന് വിചാരിച്ചു ഇവര് പടകോടെ മുങ്ങിപ്പോകുമോ, തകരുമോ? ഒരിക്കൽ ദൈവ പൈതൽ ഒരു ബോട്ടിലുണ്ടെങ്കിൽ, പൗലോസ് ഒരിക്കൽ തന്നെ റോമിലേക്ക് കൊണ്ടുപോവുക. പൗലോസിന്റെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ അനുസരിച്ച് പൗലോസ് പറഞ്ഞു, ഈ യാത്ര ഇത് സംഗതി തകരും. അവര് കേട്ടില്ല. തടവുപുള്ളി പറയുന്നത് കപ്പലുടമയും കപ്പലിന്റെ ക്യാപ്റ്റനും കേൾക്കുവോ? തകർന്ന് തരിപ്പണമായി. പക്ഷേ പൗലോസിനോട് ദൈവം പറഞ്ഞു, ഇതിനകത്ത് ഒരുത്തം പോലും മരിക്കത്തില്ല. 270 പേരുണ്ട്, ഒരു കുഞ്ഞ് മരിച്ചില്ല. എല്ലാവർക്കും പിടിക്കാൻ ഒരു പലകയെങ്കിലും കിട്ടി. ദൈവം പറഞ്ഞതാ. എന്നാൽ യോന ദൈവഹിതത്തിന് വിരുദ്ധമായി പോയി. ആ ഒരുത്തൻ കാരണം അതിനകത്തുണ്ടായിരുന്ന പാവം പിടിച്ച ആൾക്കാരുടെ മൊത്തം ചരക്കും വലിച്ച് വെള്ളത്തിലെറിഞ്ഞ് മൊത്തം കുളവായി. ദൈവത്തെ അനുസരിക്കുന്ന ദൈവവേദലുള്ളതുകൊണ്ട് ഒരു പടകിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. അനുസരണക്കേട് കാണിച്ച ഒരുത്തൻ കാരണം ആ പടകിലുണ്ടായിരുന്ന മുഴുവൻ പേരും കഷ്ടം അനുഭവിച്ചു. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുമ്പിൽ ഒരു ക്രൈസിസിൽ ആണെങ്കിൽ താങ്ങുന്ന കരങ്ങൾ താഴെയുണ്ട്. നാം താഴെ വീണ് തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനു മുൻപേ നമ്മളെ താങ്ങിയെടുക്കും. ദൈവം ചില ക്രൈസിസുകൾ അനുവദിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ, അതൊന്ന് സ്ട്രോങ് ആകണം. പിന്നെ ഫറവോനെയും കൂട്ടരെയൊക്കെ ആ വെള്ളത്തിലൊന്ന് മുക്കിയേ ഒക്കത്തുള്ളൂ. അതുപോലെ ദൈവജനത്തെ പീഡിപ്പിച്ചവരാ, പലതവണ ഇട്ട് അവരെ നോ പറഞ്ഞവരാ, അവർക്കുള്ള ശിക്ഷ ദൈവത്തിന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ ചിലരുടെയൊക്കെ ഹൃദയം ദൈവം കഠിനമാക്കുന്ന എന്തിനാ? ചില സ്ഥലങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയുടെ സാക്ഷ്യം ഇതുപോലെ കേട്ടു. ആ നാട്ടിൽ ചെല്ലുന്ന സകല മനുഷ്യരോടും അദ്ദേഹം അവരെ കൊല്ലാൻ, ഉപദ്രവിക്കാൻ നടന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. അപ്പൊ ചിലർ നമ്മളെ ചില സമയത്ത് എതിർക്കുന്നതിന് ദൈവം അവരിവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്ന, നമ്മൾ ഒട്ടും പുറകോട്ട് വലിയാതെ വിശ്വസ്തയോടെ നേരെ ദാനിയേലിനെയും കൂട്ടരെയും പോലെ നിൽക്കാമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും, അനുഗ്രഹിക്കും. മറ്റുള്ളവർക്ക് ദൈവം ചെയ്യാനുള്ളത് ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ദൈവദാസനും നിങ്ങളെല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ PS ബിജു കൊച്ചിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് പൂർണ്ണമാക്കുന്നതാണ്.
നമുക്കറിയാം കർത്താവിൻ്റെ ദാസൻ എത്ര വളരെ ശക്തമായിട്ടുള്ള വിശ്വാസികളായ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ്. വിശ്വാസത്തോടുകൂടെ നമ്മൾ ഒരു കാൽവെപ്പെടുത്ത്, വിശ്വാസത്തോട് കൂടെ ഒരു കാൽവെപ്പെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോകാതിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സംശയിക്കാൻ തുടങ്ങും. ഇത് ശരിയായിരുന്നോ? ഇത് ദൈവത്തിൽ നിന്ന് തന്നെ കേട്ടതാണോ? അല്ലെങ്കിൽ അങ്ങനെയാണോ? ഇതെന്താ നടക്കാത്തത്? അത് സാത്താൻ കൊണ്ടുവരുന്ന അവിശ്വാസമാണ്. നമുക്കറിയാം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മക്കളെ ഈ നക്ഷത്രങ്ങളെ പോലെ അസംഖ്യമാക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് 25 വർഷമാണ് വെയിറ്റ് ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴാ മറ്റുള്ളവർ പറയുന്നതാണ്, മറ്റുള്ളവരാണല്ലോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സാറ പറഞ്ഞതാണ്, ഏതായാലും ദൈവം തരുന്നെങ്കിൽ തരട്ടെ, നമുക്ക് ഒരു കൈ നോക്കാം. എന്നാൽ ആ ദൈവത്തെ ഹെൽപ്പ് ചെയ്യാൻ പോയോണ്ട് നമുക്കറിയാം ഇസ്രയേൽ മക്കളും യഹൂദന്മാരും പാലസ്തീനികളെ, ഇഷ്മായേലിന്റെ മക്കളായ അറബികള് പാലസ്തീനികള് 4000 വർഷമായിട്ട് ഇന്നും തമ്മിൽ തല്ലി ചാകുകയാണല്ലോ. അതുകൊണ്ട് ദൈവത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കർത്താവ് നമ്മളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ഇല്ല എന്ന് ആളുകൾ ഇല്ല എന്ന് പറയാം, ഒക്കത്തില്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല, ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. ദൈവം പറയുന്നതല്ല പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. കർത്താവ് പറഞ്ഞ ഭൂമിയിൽ ആ കൂട്ടുകാരൻ രാത്രി ചെന്ന് പറഞ്ഞു, എനിക്കൊരു 3 അപ്പം തരണേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് എഴുതാക്കാനൊന്നും ഒക്കത്തില്ല, ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തില എന്നൊക്കെ പറഞ്ഞെങ്കിലും കർത്താവ് പറയുന്നത് അവന്റെ സ്നേഹിതനാകൊണ്ട് ബുദ്ധിമുട്ടിക്കുകൊണ്ട് എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും എന്നാ പറഞ്ഞ. കർത്താവിന്റെ ദാസന് ഏലിയാവിന്റെ കാര്യം പറഞ്ഞല്ലോ, കർത്താവിനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഏലിയാവ് ശ്രമിച്ചില്ല. ആ വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, കുറച്ച് വെള്ളം വേണേ കോരി ഒഴിച്ചാന്ന് പറഞ്ഞാൽ. നമ്മുടെ ബുദ്ധിക്കായി നമ്മൾ പറയും വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ ഉണങ്ങി തന്നെ ഇരിക്കട്ടെ, കത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തുമല്ലോ എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ആ വിശ്വാസം, കർത്താവിൽ വിശ്വാസമുള്ളവരായിട്ട് ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. കർത്താവിന് പറഞ്ഞത് ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നാണല്ലോ. അതുകൊണ്ട് പിന്നീട് കർത്താവിന്റെ ദിവസം പറഞ്ഞാൽ യേശു ആളുകളെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, യേശു ആളുകളെ സൗഖ്യമാക്കിയതും ലാസറിനെ ഉയർപ്പിച്ചതും അല്ലെങ്കിൽ കണ്ണുപൊട്ടനെ സൗഖ്യമാക്കിയതും ഒക്കെ എന്താണ്? അവനെ കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞു. ഈ ഫെൽ കമ്പാഷൻ. അങ്ങനെയാണ്. എന്നാൽ ഇന്ന് വലിയ ക്രൂസൈഡൊക്കെ നടത്തുന്നവർ അങ്ങനെ കമ്പാഷൻ കൊണ്ട്, കരുണ കൊണ്ടാണോ സൗഖ്യമാക്കുന്നത്? കർത്താവ്. എന്നാൽ അന്നത്തെ പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ഈ കണ്ണുപൊട്ടനെയും മുടന്തനെയും ഒക്കെ കണ്ടിട്ട് ആ പള്ളിയിൽ തന്നെ വരണ്ട കൈയുള്ള ഒരുത്തിന് അവിടെ ഇരിക്കുക. എത്രയോ വർഷങ്ങളായിട്ട് അവർക്കാർക്കും ഒന്നും തോന്നിയില്ല. അവന്റെ കൈ വരണ്ടിരിക്കുന്നു, അവൻ കണ്ണുപൊട്ടനായിട്ട് ജനിച്ചു, അതിനെന്നെ എന്നുള്ള ചിന്തയിൽ അവരിയ്ക്കുന്നത്. പക്ഷെ കർത്താവ് അവനെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നി എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചുറ്റുപാടുള്ളവരെയൊക്കെ കാണുമ്പോൾ കരയുന്നവരെയും അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കമ്പാഷനോ നമുക്കൊരു മനസ്സലിവ് അങ്ങനെ തോന്നാറുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ചിന്തിക്കണം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഞാനും പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ദൈവരാജ്യത്തിന്റെ മൂല്യവ്യവസ്ഥിതി ഈ ലോകത്തിന്റെ മൂല്യവ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കർത്താവിനെ പറഞ്ഞു, കയ്യൂക്കുള്ളവൻ, ശക്തിയുള്ളവൻ, ബലവാന്മാരാണ് ജാതികളുടെ ഇടയിൽ ശക്തന്മാരായ നേതാക്കന്മാരായി ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ചെറിയവരായിരിക്കണം ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കേണ്ടത്. അതൊന്നും നമ്മൾ ചർച്ചകളിലോ എങ്ങും അത് കാണുന്നില്ല. പെന്തക്കോസ്ത് ചർച്ചിലും ഒരു ചർച്ചിലും നമ്മളത് കാണുന്നില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കസേരയിൽ ഏറ്റവും വലിയ സീനിയർ പാസ്റ്റർ ഇരിക്കും, കൊച്ചു കസേരയിലെ ജൂനിയർ പാസ്റ്റർ ഇരിക്കും, വിശ്വാസികൾ താഴെ ഇരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർത്താവ് അതൊന്നും അല്ല പറഞ്ഞതെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിൻ്റെ ദാസൻ സ്കൈ ഡൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ. പ്രിയമുള്ളവര്, എനിക്കാണെങ്കിൽ ഇവിടെ 100 നിലയൊക്കെയുള്ള കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ ചെന്ന് താഴോട്ട് നോക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ ഇവിടെ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ പാർക്കിൽ, ഇപ്പം നാട്ടിലും കാണും. നമ്മൾ അതേ കയറിയാലും വലിയ വീല് പോലെ ഇങ്ങനെ മുകളിൽ പോയിട്ട് താഴോട്ട് വരികയും ഈ ചിലർക്ക് അതേ കയറാൻ വലിയ കൊതിയാണ്. ഞാൻ ഒരൊറ്റ പ്രാവശ്യം കയറി. എന്നാൽ സ്കൈ ഡൈവിങ് എന്ന് പറഞ്ഞാൽ വിമാനത്തെ പോയിട്ട് അതേന്നെടുത്ത് ചാടി കുറെ കഴിയുമ്പോൾ പാരച്യൂട്ടുണ്ട്, അത് തുറക്കുക. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഇവിടെ കാനഡയിലാണെന്ന് തോന്നുന്നു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇവിടുത്തുകാരിയാണ്, 22 വയസ്സുള്ള പെൺകുട്ടി അങ്ങനെ ചാടി പാരച്യൂട്ട് തുറക്കാൻ പറ്റിയില്ല. പാരച്യൂട്ട് തുറക്കാൻ പറ്റാതെ താഴെ വന്ന് വീണ്ടും മരിച്ചുപോയി എന്നൊരു വാർത്ത കേട്ടു. ഇന്ന്
ആ ചാടുന്ന ആളുകൾക്ക് എത്ര വിശ്വാസത്തോടു കൂടി അവർ ചാടുന്നത്. ഞാൻ സുരക്ഷിതനായി താഴെ ചെല്ലും, അല്ല ചാകാനായിട്ടല്ലല്ലോ അവർ ചാടുന്നത്. ഈ പാരച്ചൂട്ടിലും അത്രയൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സകലത്തിന്റെ ഉടനായ ദൈവത്തിൽ നമുക്ക് എന്തുകൊണ്ട് അതുപോലെ വിശ്വസിക്കാണ്ട് കഴിയുന്നില്ല. പാരച്ചൂട്ട് കയ്യിലുണ്ടെങ്കിൽ തന്നെ ഇത്രയും പെട്ടെന്ന് എന്തോ ഒരു കാറ്റും ഒക്കെയാ, ഇത്രയും കാറ്റത്ത് ഇങ്ങനെ താഴോട്ട് വീഴുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? എന്നാൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ദാസൻ വളരെ സരസമായി, വളരെ ശക്തമായിട്ട്, വളരെ മനസ്സിലാകുന്ന രീതിയിൽ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. തൻ്റെ ആ വിശ്വാസത്തോടു കൂടിയുള്ള ആ പ്രാർത്ഥനയിൽ പരിപൂർണമായ സൗഖ്യം ദൈവം നൽകിയത് കേട്ടല്ലോ. സാധാരണ നമുക്കറിയാം, നടുവേദന വന്നു കഴിഞ്ഞാൽ സർജറി പോലും നടത്താൻ ഇവിടെയാണെങ്കിൽ തന്നെ ഡോക്ടർ പറയും സർജറി ചെയ്താൽ 50-50 ചാൻസേ ഉള്ളൂ, ഒരുപക്ഷെ തളർന്നു പോകാനും സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം സൗഖ്യം നൽകും. വിശ്വസിക്കുന്നവർക്ക് എല്ലാം കഴിയും. കർത്താവിനെ പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ശക്തിയോടുകൂടെ സുവിശേഷ വേലയിൽ ഈ ദിവസങ്ങളിൽ വീണ്ടും വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കും. കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.